പുന്നയം കരുണ റെസിഡൻസ് അസോസിയേഷൻ ഒന്നാം വാർഷികം ആഘോഷിച്ചു. ക്രിസ്തുമസ്, പുതുവത്സര ആഘോഷ പരിപാടികളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. അസോസിയേഷൻ അംഗങ്ങളും കുടുംബാംഗങ്ങളും അടക്കം നിരവധി പേർ പങ്കെടുത്തു. ഒരു നാടിനും നാട്ടുകാർക്കും ആവശ്യമായ സേവനങ്ങൾ എത്തിച്ചു നൽകിയും അകന്നുപോയിക്കൊണ്ടിരിക്കുന്ന അയൽപക്ക സ്നേഹത്തെ കൂട്ടിച്ചേർത്തും ഓരോരുത്തരും പരസ്പരം താങ്ങും തണലുമായി പിന്നിട്ട ഒരു വർഷക്കാലത്തെ ഓർത്തെടുത്തുകൊണ്ടാണ് പുന്നയം കരുണ റെസിഡൻസ് അസോസിയേഷൻ ഒന്നാം വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. നൂറ്റി 150ഓളം കുടുംബങ്ങൾ ഉൾപ്പെടുന്ന ഈ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഒരു നാടിനാകെ പ്രയോജനകരമാകുന്ന മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ, അസോസിയേഷൻ കുടുംബാംഗങ്ങളെ കൂട്ടിച്ചേർത്ത് ഉല്ലാസയാത്ര, മോട്ടിവേഷൻ ക്ലാസുകൾ, യോഗ പരിശീലനം, ജീവകാരുണ്യ പ്രവർത്തനം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ ഒരു വർഷം കൊണ്ട് കരുണയുടെ കയ്യൊപ്പ് ചാർത്താൻ സാധിച്ചു. ആഘോഷ പരിപാടികളിൽ അസോസിയേഷൻ പ്രസിഡന്റ് MR വർഗീസ് അധ്യക്ഷത വഹിച്ചു. പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ച മോട്ടിവേഷൻ ക്ലാസിന് നേതൃത്വം നൽകിക്കൊണ്ട് പ്രമുഖ സൈക്കോളജിസ്റ്റ് KV അനൂപ് കുമാർ ഒന്നാം വാർഷികം ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ജോഷി പോൾ, സെക്രട്ടറി ഡോക്ടർ വിനോജ്, രക്ഷാധികാരി ഡോക്ടർ രവീന്ദ്രൻ, വൈസ് പ്രസിഡന്റ് PK സജീവൻ, ജോയിന്റ് സെക്രട്ടറി കുമാരി എന്നിവർ സംസാരിച്ചു. ഇന്നേക്ക് കൃത്യം ഒരു വർഷത്തിൽ തന്നെ ഇതിന്റെ വാർഷിക ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം ഞാൻ ഈ അവസരത്തിൽ അറിയിക്കട്ടെ. നമ്മുടെ ഈ കരുണ റെസിഡൻസ് അസോസിയേഷൻ രൂപീകരണത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് കുറേ ആളുകൾ പറഞ്ഞ കുറേ അഭിപ്രായങ്ങളായിരുന്നു. അകത്തു നിന്നും പുറത്തു നിന്നും ഒക്കെയുള്ള കുറേ ആളുകൾ അഭിപ്രായം പറഞ്ഞു. ആ പറഞ്ഞ അഭിപ്രായം പലതും നെഗറ്റീവായിരുന്നു. എന്താണെന്നറിയാമോ, ഇതൊക്കെ വലിയ കാര്യമൊന്നുമല്ല, അപ്പോൾ ഇതൊക്കെ ഒരു ആരംഭ ശൂന്യത്തിൽ മാത്രമേ ഉണ്ടാവൂ. 2-3 മാസം കഴിയുമ്പോഴേക്കും ഇതൊക്കെ സാവധാനം നിന്ന് പോകും. കാരണം പല സ്ഥലങ്ങളിലും സംഭവിക്കുന്നത് അതായത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു അഭിപ്രായമൊക്കെ പറഞ്ഞത്. ഏതായാലും കൃത്യമായ ഒരു ബൈലോയുടെ കീഴിൽ, കൃത്യമായ ഒരു ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട്, വളരെ ശക്തമായ ഒരു ഭരണസമിതി നേതൃത്വം കൊടുത്തുകൊണ്ട്, വളരെ നല്ലവരായ കുറെ ആളുകൾ ഉള്ളതുകൊണ്ടായിരിക്കാം നമ്മുടെ കരുണ റെസിഡൻസ് അസോസിയേഷൻ ഏറ്റവും ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നത്.
വാർഷികാഘോഷത്തോടനുബന്ധിച്ച് റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളുടെ വിവിധ കലാകായിക മത്സരങ്ങളും നടന്നു. 80 വയസ്സ് കഴിഞ്ഞ റെസിഡൻസ് അസോസിയേഷൻ കുടുംബാംഗങ്ങളെയും വിദ്യാഭ്യാസ രംഗത്തും മറ്റു വിവിധ മേഖലകളിലും നേട്ടം കൈവരിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. പൊതുസമ്മേളനാനന്തരം സ്നേഹവിരുന്നും കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി, പെരുമ്പാവൂർ.